പാപ്പ ഇപ്പൊ ഇലക്ഷൻ വരുന്നല്ല. ഇപ്പൊ നമ്മള് പുതിയ ഗസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഗസ്റ്റ് കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന അബ്ദുള്ള കുഞ്ഞ്. അദ്ദേഹം നേരത്തെ ചെങ്കള പഞ്ചായത്ത് മെമ്പറായിരുന്നു, 2 പ്രാവശ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ അന്തരിച്ച ചെർക്കളം അബ്ദുള്ള സാഹിബ്, അദ്ദേഹം ഒരു മുസ്ലിം ലീഗിന്റെ ഒരു കരുത്തനായ നേതാവ്, ഒരു ടൈഗറായിരുന്നു, പുലിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ നിന്ന് രാഷ്ട്രീയം പഠിച്ച ഒരാളാണ്. അബ്ദുൾ കുഞ്ഞി പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നു. അദ്ദേഹത്തെ കാണാം. നമ്മളിപ്പോൾ ചെർക്കള അബ്ദുള്ള കുഞ്ഞിന്റെ അടുത്താണുള്ളത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വിനീതനായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അബ്ദുൾ കുഞ്ഞി ഇപ്പോൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? അല്ല, ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ചെങ്കള പഞ്ചായത്തിൻ്റെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുക. ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കും. എങ്ങനെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ശുഭാപ്തി വിശ്വാസമാണ്. ഉറപ്പായിട്ടും. എന്താണ് ജയിച്ചാൽ ഈ വോട്ടർമാർക്കും ജനങ്ങൾക്കും വേണ്ടി ഇവിടെ ചെയ്യാൻ അബ്ദുള്ള കുഞ്ഞി ഒരുപാട്? കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഈ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിലെയും പിന്നെ വികസനവും ക്ഷേമവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ജനങ്ങൾക്ക് വേണ്ടി വരുന്ന 5 വർഷക്കാലം പ്രവർത്തിക്കാനാണ് എൻ്റെ തീരുമാനം. ഓക്കെ. അപ്പോൾ അബ്ദുള്ള കുഞ്ഞി ഇനി മുന്നോട്ട് ഉള്ള ജീവിതം നല്ലൊരു രാഷ്ട്രീയത്തിൽ ഒരു മുതിർന്ന നേതാവായി തന്നെ പോയിക്കൊണ്ടേയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വലിയൊരു കയറ്റത്തിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു അബ്ദുള്ള കുഞ്ഞിക്ക്. ഓക്കെ, താങ്ക് യു.